ഫിഷിനെയാണ് എടുത്തെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യേ. ഒരു 3/4 മണിക്കൂറോളം ഒരു വെള്ളത്തിൽ വെച്ചിട്ട് മീനെ മാത്രമായിട്ട് ഇറക്കി വിടണമെന്നാണ് പറഞ്ഞേ. അതുകൊണ്ട് നമ്മൾ 3/4 മണിക്കൂറോളം വെച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ വന്നതാണ്. ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫിൽട്രേഷൻ സെറ്റ് ചെയ്തായിരുന്നു. അപ്പം നമ്മുടെ കുളത്തിലേക്ക് നമ്മൾ കുറച്ച് മീനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീൻ ഏതാണെന്ന് നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഏത് ഫിഷിനെയാണ് എടുത്തെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യേ. വെടിക്കെട്ട് മഴ, ഒരു രക്ഷയില്ലാത്ത മഴ, എണ്ണ കാണാൻ പറ്റാത്ത മഴ, ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. ഫിഷ് ഏതാന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ കമന്റ് ചെയ്യുക. അപ്പോൾ അറിയാം ഏതാ ഫിഷ്. നമ്മൾ വന്നപ്പോൾ നല്ല മഴയാണ്. അപ്പം അത്യാവശ്യം വെയിറ്റും ഉണ്ട് ബോക്സിന്. കാരണം അതിന് നമ്മൾ ഫിഷ് ഫുഡും ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ നമ്മൾ മൈക്കൊന്നും എടുത്തില്ല, അതുകൊണ്ട് വോയിസ് കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മളങ്ങനെ ഫിഷിനെ അധികം കൊണ്ട് നമ്മളകത്ത് വെച്ചു കുളത്തിൻ്റെ അവിടെ. പിന്നെ നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ്. വേറൊരു പെട്ടിക്കകത്ത് 2 പെട്ടിക്കകത്ത് വന്നിരിക്കുന്നത്. സെറ്റ് നമ്മുടെ ഫിഷ് എല്ലാം ഇതിൻ്റെ അകത്താണ് കേട്ടോ. ഇത് നമ്മളെ ഫുഡ് മേടിച്ചാണ് കേട്ടോ. ഫിഷ് ഫുഡ് 1 kg ഉണ്ട്. നമ്മുടെ ഫിഷ് ഒരെണ്ണം ഡെത്ത് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. കണ്ടിട്ട് ഒരെണ്ണം പൊങ്ങി കിടപ്പുണ്ട്, ഒരെണ്ണം ചത്തിട്ടുണ്ട്. ഇതുണ്ടോ? നമ്മളൊരു 3/4 മണിക്കൂർ വെള്ളത്തിൽ മീനെ വെച്ചിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നത്. അതിൻ്റെ ഒരെണ്ണം ചത്തായിരുന്നു. പക്ഷെ ബാക്കി നമ്മൾ ഒരു 3/4 മണിക്കൂറോളം ഒരു വെള്ളത്തിൽ വെച്ചിട്ട് മീനെ മാത്രമായിട്ട് ഇറക്കി വിടണമെന്നാണ് പറഞ്ഞേ. അതുകൊണ്ട് നമ്മൾ 3/4 മണിക്കൂറോളം വെച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ വന്നതാണ്. ഭയങ്കര സ്മെല്ല്, അതുകൊണ്ടാണ് ഞാൻ ഈ കവർ കയ്യിലിട്ടേക്കുന്നത്. വാ അടുത്ത് കാണിക്കും. നമുക്ക് ഓരോ മീനെ ഇറക്കി വിടാം. പത്തെണ്ണം നമ്മൾ വാങ്ങിച്ചാണ്. നമ്മൾ വീഡിയോ കണ്ടിട്ട് അവർ അയച്ചു തന്നിട്ട് നമ്മളത് നോക്കിയാണ് നമ്മൾ എടുത്തത് കേട്ടോ. ഓരോന്നിനും ഇതുണ്ടോ, ആദ്യത്തെ മീൻ നമ്മൾ ഇറക്കിയിടുകയാണ്. ഫസ്റ്റ് വൺ. ഓരോന്നും ഡിഫറെൻറ്റ് 6 വെറൈറ്റിയാണ്. എല്ലാത്തിനും പേരൊന്നും എനിക്കറിയത്തില്ല. ഇത് കൊഹാക്കു ആണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസാണെന്നാണ് പറഞ്ഞത്. ഇത് എല്ലാം ഭയങ്കര ചാട്ടോ. ഇതും കൊഹാക്കു തന്നെയാണ്. മെറ്റാലിക് ഉണ്ട്. ഇത് മെറ്റാലിക്കാണ് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ. ഇത് കണ്ടിട്ട് കബൂത്തറാന്ന് തോന്നുന്നു കേട്ടോ. തന്നെ ചാടിപ്പോയി അവൻ. അത് കേട്ടോ, മറ്റേ വെയിൽ ടെയിലാണ് കേട്ടോ. നല്ല രസമുണ്ട് ടെയിലൊക്കെയുള്ള. ഓ, അവനും ചാടിപ്പോയി. അത് മെറ്റാലിക്കാണ്.
കാരണം ഭയങ്കര ഓട്ടമാണ്. ഇതാണ് അടുത്തത്. കൊഹാക്കു തന്നെയാണ് കേട്ടോ. ഇനി ഒരെണ്ണം ഇവിടെ ഉണ്ട്. ഇത് ഗ്രാങ്സൂരിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഉണ്ടോ? അങ്ങനെ ഫിഷിനെ എല്ലാം നമ്മൾ ഇറക്കിയിട്ടിട്ടുണ്ട്. ഒരെണ്ണമാണ് ചത്തുപോയതുണ്ട്. ചത്തുപോയത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് ചത്തുപോയത്. ബാക്കി 9 എണ്ണം നമ്മളിപ്പോൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഞാൻ നാളെ പകല് ബാക്കി വീഡിയോസ് കാണിക്കാം. അവിടെയൊക്കെ ഫിഷിനെ കാണാൻ തോന്നുന്നു നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ക്ലിയർ ആയിട്ട്. എവിടെ ഒന്നും കാണത്തില്ലല്ലോ. പിന്നെ നമ്മുടെ പുതിയ മീനുകളുണ്ടോ, ഇന്നലെ രാത്രി ആയതുകൊണ്ട് കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് ഇതുണ്ടോ, ഇതൊക്കെ നമ്മൾ ഇന്നലെ എടുത്തതാണ്. ഇത് ഈ പടുതയുടെ ഒരു വെട്ടം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഒരു ഇച്ചിരി വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതുണ്ടോ, ഇതൊക്കെ നമ്മൾ ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ ഒരു ചെറുത്, മറ്റേതൊക്കെ നമ്മുടെ കുളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന അതൊക്കെ. പിന്നെ ഇവരെല്ലാം ഇന്നലെ നമ്മൾ കൊണ്ടുവന്നു. അത്യാവശ്യം പ്രീമിയം കോയി ഫിഷസാണ്. വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നു. അങ്ങനെ നമ്മുടെ ഫിഷ് വന്നിട്ടുണ്ട്. ഞാനതൊരു 3/4 മണിക്കൂറത്തേക്ക് വെള്ളത്തിൽ മുക്കി വെച്ചേക്കായിരുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ ഫിഷ്. ഞാൻ എടുത്ത് വിടണം നിങ്ങൾക്ക്. ഇതുണ്ടോ, ഇതാണ് ഐറ്റം. നമുക്കിപ്പോൾ റിലീസ് ചെയ്യാം. വീഡിയോ ഒക്കെ എടുക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. റോഷ് ഓഫീസിൽ പോയതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല വീഡിയോയിൽ. ഈ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല അടിപൊളി കളറൊക്കെ ഉള്ളുണ്ട്. കാണിക്കാം, നമുക്ക് ഓരോന്ന് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് കാണിക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഫിഷസ്. അപ്പോൾ നമ്മൾ ഇതിനകത്തെ വെള്ളം നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നില്ല, ഓരോന്നോരോന്ന് തന്നെ റിലീസ് ചെയ്യാൻ പോവാണ്. പിന്നെ അത് അത്യാവശ്യം നല്ലൊരു കളറുള്ള കേട്ടോ, അത്യാവശ്യം മൾട്ടി കളർ വരുന്നൊരു ഫിഷാണ് കേട്ടോ. അവൻ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇത് മിൽക്കി വൈറ്റാണ് കേട്ടോ, രണ്ടാമത്തെ ആൾ. ഇതുണ്ടത്, ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. അടുത്ത ആളെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതുള്ളത് ഫുള്ള് റെഡ് കളറിൽ ഒരെണ്ണമാണ്. ഈ കൊഹാക്കു ആണോ, റെഡ് വൈറ്റ് വരുന്നതാണ് കൊഹാക്കു. ഇതിൻ്റെ പേരെന്താവാ എനിക്കറിയില്ല കേട്ടോ. പിന്നെ അടുത്തത് കബൂത്ത ഉണ്ടായിരുന്നു. ഇത് കൊഹാക്കു ആണ് കേട്ടോ, റെഡ് വൈറ്റ് വരുന്നത്. എന്താ അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. പിന്നെ ഇത് മെറ്റാലിക് പോലെ ഉണ്ട്, പക്ഷേ മെറ്റാലിക് അല്ല കേട്ടോ, വേറെ ഒരു കളറാണ്. റെഡ് ഒരു ബ്ലാക്ക് പോലെ ഒരു ഷെയ്ഡാണ്. റെഡാണ് കേട്ടോ. അത് ഈ വീഡിയോയിൽ ഇപ്പം നിങ്ങൾക്ക് ഈ പടുതയുടെ കളറായിട്ട് തോന്നുന്നതാണ്. മറ്റൊരു ബ്ലാക്ക് പോലെ, ബ്ലാക്ക് അല്ല. അടുത്തത് കബൂത്തയാണ് കേട്ടോ. കബൂത്താണ് അങ്ങനത്തെ ആണ് അതിൻ്റെ പേര്. കണ്ടോ, അത്യാവശ്യം നല്ലൊരു കളറാണ്. ഇത് കുറേയൊക്കെ ഇതിന് പടുതയുടെ കളർ ബ്ലൂ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വൈകിട്ടായതുകൊണ്ട് എടുക്കുമ്പോൾ കളർ ഇച്ചിരി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇത് ഇതേ പോയി. ഇത് ഇങ്ങനൊരു മിക്സ്ഡ് കളർ വരുന്നതാണ്. പിന്നെ അടുത്തത് മെറ്റാലിക്കാണ് കേട്ടോ. ഇത് റെഡ് കളറ് മെറ്റാലിക്ക്, റെഡിൻ്റെ ഇവിടെ ഒരു റെഡ് കളർ വരുന്നത്. പിന്നെ ഉള്ളത് ലാസ്റ്റ് വണ്ണാണ്. ഇതും കണ്ടിട്ടൊരു മെറ്റാലിക്ക് പോലെ തോന്നുന്നു, മെറ്റാലിക് അല്ല, ഇതും വേറൊരു കളറ്. ഓക്കെ, അങ്ങനെ 2 ലെയർ ഫിഷ് നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫിഷിനെല്ലാം ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, എല്ലാവരും ഇവിടെ ഉണ്ട്. കുറേയൊക്കെ ഈ വെള്ളം ഓളം തള്ളുന്നതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. നമ്മൾ
അത് ഈ പൊങ്ങി വരും, തീറ്റയൊക്കെ കൊടുക്കുമ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഇറക്കി വിട്ടതും ഇപ്പം ഇറക്കി വിട്ടതും അങ്ങനെ അതെല്ലാം കൂടെ ഒരുമിച്ചാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഫിഷിൻ്റെ കൂടെ തന്നെയാണ് കിടക്കുന്നത്. കണ്ടോ, ഈ മറ്റേ ഈ ടെയിലുള്ളതെല്ലാം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കേട്ടോ. ഈ ചെറിയ ഫിഷസാണ് നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം. അത്യാവശ്യം അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഇതിപ്പം ഇത്ര സാധാരണ നമുക്കൊരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും വെള്ളം ഒരു പാല് പോലത്തെ ഒരു കളർ വരുന്നതാണ്. അത് കാരണം ഈ ജയൻറ്റിവരുടെയൊക്കെ ഒരു ഫുഡ് വേസ്റ്റെല്ലാം അവിടെ വന്നിട്ടാണ്. അപ്പം അതുകൊണ്ടാണ്. പക്ഷേ ഇതുണ്ടോ, ആ വന്നതാണ് നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ഫിഷ്. അതൊക്കെ പ്രീമിയം ആണ് കേട്ടോ. ബാക്കി നമ്മൾ അല്ലാത്തടത്ത് മേടിച്ചാണ്. മറ്റേ നമ്മുടെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റമാണ് നമുക്ക് ആദ്യം വന്നത് കേട്ടോ. അങ്ങനെ 2 ലെയറാണ് ഫിഷ് വന്നത്. ഇതിനകത്ത് 1-2 നമുക്ക് ചത്തു പോയിട്ടുണ്ട്. അത് അവർ റീപ്ലേസ് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ റീപ്ലേസ് ചെയ്ത് മേടിക്കുന്നില്ല. കാരണം റീപ്ലേസ് ചെയ്ത് മേടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് അവർ ഈ പെറ്റ്സിൻ്റെ വാനിലാണ് അയക്കുന്നത്. അപ്പം അതിന് നമുക്ക് എക്സ്ട്രാ ഒരു 400 കൊടുക്കേണ്ടി വരും. അപ്പം അതും കൂടെ കൊടുക്കാനുള്ളൊരു ഫണ്ടൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ചത്ത മീൻ പകരം വാങ്ങിക്കുന്നില്ല അവരുടെ കയ്യിൽ. അവരാണ് വേറെ DTDC ഒരു കൊറിയർ അയക്കത്തുമില്ല. അതുകൊണ്ട് പിന്നെ ഞാനത് അങ്ങനെ വിട്ടു. ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഫിൽട്രേഷനകത്ത് ബെനിഫിഷ്യൽ ബാക്ടീരിയ ആഡ് ചെയ്യാം. അടുത്തായിട്ട് ഇനി നമുക്ക് ബെനിഫിഷ്യൽ ബാക്ടീരിയ ആഡ് ചെയ്യണം. അതിനാണ് 200 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാമാണ് പറയുന്നവർ. അപ്പോൾ ഇതിപ്പോൾ ഒരു 4000 ലിറ്ററോളം കാണും. നമുക്ക് പിന്നെ കുറച്ച് കല്ലുപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് നമുക്ക്. കാരണം മീനത്തെ സ്ട്രെസ്സായിട്ട് വന്നതുകൊണ്ട് സ്ട്രെസ്സ് മാറാൻ വേണ്ടി കല്ലുപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇപ്പോൾ ഒരു 15 ഗ്രാം ഇടാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അത്ര ഇട്ട് നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെള്ളം മാറുന്നതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം അത്യാവശ്യം എനിക്കൊരു ഇത്രയും ക്ലിയർ ആയിട്ട് വെള്ളം കിടക്കുന്ന ഈ ഒരു ഫിൽട്രേഷൻ്റെ സംഭവം കൊണ്ട് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ കലങ്ങേണ്ടതാണ്. കാരണം ജയൻറ്റിവരെയൊക്കെ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കലങ്ങും. പിന്നെ ഞാനിപ്പം പുതിയ ഫിഷ് വന്നതിൻ്റെ ഫുഡെല്ലാം ഇച്ചിരി അളവിൽ ചെറിയ രീതിയിലാണ് കൊടുക്കുന്നത്. നമ്മുടെ ഇന്നലത്തെ ഫിഷൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. വായിലൊന്നും ചാകാതെ കിട്ടിയാൽ ഓക്കെ. പക്ഷേ ഈ ഒരു ഫിൽട്രേഷൻ വെച്ചുകൊണ്ട് അത്യാവശ്യം മീനെല്ലാം നന്നായിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് നോക്കാം. എന്നാൽ ബാക്കി നമുക്ക് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 പാക്കറ്റ് കല്ലുപ്പ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ പൊട്ടിച്ചിടുവാണ്. ഈ 4 പാക്കറ്റ് കല്ലുപ്പ് മതിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കല്ലുപ്പ് മീൻ നല്ലതാണ്. ഇപ്പം മുറിവോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് റെഡി ആയിക്കോളും. ഇപ്പം നമ്മൾ നമ്മുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയ ആഡ് ചെയ്യാൻ പോവാണ്. അതൊരു 15 ഗ്രാം ആഡ് ചെയ്യണ്ട കേട്ടോ. ഞാനൊരു ഏകദേശം 15-20 ഗ്രാം ആഡ് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു ഇത്രയും ആഡ് ചെയ്യാണ്. ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഫിൽറ്റർ ഇട്ട് നോക്കാം. ഫിൽറ്റർ ഇടാവോ? നമ്മൾ ഫിൽറ്റർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേ ഫിൽറ്റർ വെള്ളം പൊങ്ങി വരുന്നുണ്ട്. അത്യാവശ്യം ബാക്ടീരിയ ഇല്ലാതെ കലങ്ങുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ, ഇനി ഇതിനകത്ത് വർക്കായിക്കോളും. അതായത് ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ എല്ലാം കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന സെറാമിക് റിങ്ങിനകത്തും ക്യൂബ്സിനകത്തെല്ലാം കയറിയിരുന്നുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. പിന്നെ ഇനി നമ്മൾ അടുത്ത ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ബാക്കി ഒരു 5 ഗ്രാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഏകദേശം ഒരളവാണ് ഇട്ടത്. ഈ ഗ്രാം കണക്കാക്കുന്നത് എങ്ങനെയാണ് പുറത്ത് പോയി എത്തുള്ള തൂക്കിക്കൊണ്ട് വരണം. ഇനി ഏകദേശം ഒരു 10-20 ഗ്രാം ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ അത് വർക്കായിട്ടുണ്ട്. നമ്മൾ വീണ്ടും മോട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പം
അത്യാവശ്യം എല്ലാ സംഭവങ്ങളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫിഷ് എല്ലാം കൂടെ ഇവിടെ നിന്ന് വിളിച്ചിരിപ്പുണ്ട്. ഇനിയിപ്പം ഫിഷിനെ ഒന്ന് ഇണക്കിയെടുക്കണം. നമ്മളിത് ക്ലോസ് ചെയ്യണം കേട്ടോ. ഇതന്നെ അടച്ചു വെച്ചേക്കാം. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്ത സാധനങ്ങളൊക്കെ. അടച്ചു, നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ പുതിയ ഫിഷിനെ നമ്മൾ ഇതുവരെ ഫീഡ് ചെയ്തില്ലായിരുന്നു. അപ്പം 24 hour നമ്മൾ ഫീഡ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ പുതിയ ഫിഷിന് കൊടുക്കാനുള്ള തീറ്റ നമ്മൾ വാങ്ങിച്ച കേട്ടോ. ഇത് ഈ തീറ്റ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം എല്ലാവരും അങ്ങ് അടിയിലാണ് പോയി കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ കയ്യിൽ ഒന്ന് തീറ്റ എടുക്കുന്ന രീതിയിൽ നമുക്ക് ആക്കി എടുക്കണം. ഇപ്പോൾ ആദ്യത്തെ കുറേ ദിവസം എടുക്കും പേടിയൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടി. ഇവിടെ കുറച്ച് ഇട്ട് കൊടുത്ത് നോക്കാം. ഈ തീറ്റയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഇത് അവരുടെ തന്നെ ഫിഷിനെ എടുത്തിടത്ത് തന്നെ ഉള്ളതാണ്. അതായത് നമുക്ക് ഹിക്കാരിയൊക്കെ 10,000-4,000 രൂപയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇത് അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് കളറും സൈസൊക്കെ വെക്കുന്ന തീറ്റയെന്ന് പറഞ്ഞിട്ട് തന്നതാണ്. ഇത് അത്രയും വില വരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. നമുക്ക് ഈ ഫിഷിനെ ഒരു 4,000-2,500 രൂപ റേറ്റിലൊക്കെ ഫുഡ് കൊടുക്കണ വലിയ പാടാണ്. 1 കിലോ അത്രയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയാകത്തില്ല. പിന്നെ നമുക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ വളർത്തുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇതിൻ്റെ ആവശ്യമുള്ളെന്ന് തോന്നി. ഇതും നോർമൽ ക്വാളിറ്റി അല്ല, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ഫുഡ് എടുക്കുമെന്ന് നോക്കാം. നമ്മുടെ ഫിഷ് തീറ്റ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കണ്ടുവരുന്നേ ഉള്ളൂ. ജയൻ്റ് വരെ തിന്നാലേ വിഷയമുള്ളൂ. ഇത് ഒറ്റ വിളിക്കുമ്പോൾ 1/2 കിലോ തീറ്റ അങ്ങ് പോകും. അവന്മാർക്ക് ഞാൻ ഇല കൊടുത്തായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇട്ടത് കേട്ടോ. അതുകൊണ്ട് പിന്നെ അത്ര എടുക്കത്തില്ല. ഈ കാർപ്പാണ് എല്ലാം കൂടെ അടി കിടക്കുന്നത്. ഇവരൊന്ന് കണ്ടുവരുന്നേ ഉള്ളൂ. എല്ലാവരും ആദ്യം ഒന്ന് പേടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. എല്ലാവരും അല്ലെങ്കിൽ ബാക്കി നമ്മുടെ പഴയ കാർപ്പെല്ലാം ഓടി വന്ന് എടുക്കേണ്ടതാണ്. അപ്പം അവർ കഴിക്കട്ടെ. നമുക്ക് ഇനി ഇതിൻ്റെ സൈസും ഇത് വലുതാകുന്ന കാര്യങ്ങളെല്ലാം പയ്യെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കണ്ടോ, ഇതാണ് എൻ്റെ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് ഫിഷിനെ കാണാൻ പറ്റിയ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം മീനിൻ്റെ റിലീസ് ചെയ്ത കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റോസും ഇല്ല കേട്ടോ. ഞാൻ അവൾ ഓഫീസിൽ പോയി കാണും. അപ്പം 3-4 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പം അതുകൊണ്ടാണ് വീഡിയോ എടുത്തതിൽ ഇച്ചിരി ബുദ്ധിമുട്ട് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.